ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് ഒരു പ്രമുഖമായ വാർത്താ ചാനലാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എനിക്കറിയത്തില്ല എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, എല്ലാ തെങ്ങിലും ഒരുപോലെ കയറാൻ നോക്കരുത്. അതായത് ഞാൻ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു, ഞാൻ എങ്ങനെ കോൺഗ്രസ്സുകാരനായി, ഞാൻ ആരാണ് എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിന് അറിയാം. വെറുതെ ചുമ്മാ എന്നെക്കുറിച്ച് അങ്ങനെ അനാവശ്യം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സങ്കുചിത താല്പര്യമോ അജണ്ടയോ ഉണ്ടെങ്കിൽ വേറെ വല്ലവരുടെ അടുത്ത് പോയി പരീക്ഷിച്ചാൽ മതി. എൻ്റെ അടുത്ത് വന്ന് ആ പരീക്ഷണമായിട്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി. പിന്നെ മറ്റൊന്ന്, ഞാൻ അവിടെ ഇവരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. നിസ്സാര കാര്യമല്ലല്ലോ. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെന്റ് അംഗമാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നെക്കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞ് അതിൻ്റെ പേരിൽ ഞാൻ BJP-യിലേക്ക് പോകാൻ സാധ്യത എന്താ പറയുക, ഓണാശംസ നേരവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് അടിസ്ഥാനമാണ് ഇതൊക്കെ? ഒരു നിലവാരമില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യത്തിൽ അവിടെ തന്നെ സ്വയം ചിന്തിക്കട്ടെ. അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് 2ാം വട്ടം പാർലമെന്റിൽ എത്തിയ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അപഖ്യാതി പറഞ്ഞ് പടർത്തുന്ന ഒരു രീതി, അത് എന്നെ തിരഞ്ഞെടുത്ത ആളുകളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസേണാണ്. ഞാൻ ഒരുപാട് ആളുകളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കാര്യം മാത്രം നിസ്സാരമായിട്ടൊക്കെ തോന്നാമെങ്കിലും പക്ഷെ അതിനെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ഒരുപിടി ആളുകളുണ്ട് ഈ നാട്ടിൽ. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ചാനൽ അതിനെ സംബന്ധിച്ച് മറുപടി പറയട്ടെ എന്നുള്ളതാണ് എന്നെ ആരും ഒരു മര്യാദയില്ല, ഒരു അന്തസ്സുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉന്നതമായ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒട്ടും കഴിപ്പിക്കാതെ നിയമ നടപടി